വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ +1 വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ ഹാപ്പി ആയിട്ട് തരുന്നൊരു വീഡിയോ ആണ്. കാരണം പല കൂട്ടുകാർക്കും നമ്മൾ ജേർണലൈസിങ് ചെയ്യും, അതുപോലെ തന്നെ ലെഡ്ജറിൽ പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഐറ്റം ഫോർ എക്സാമ്പിൾ സാലറി കൊടുത്തു ഈ ഐറ്റത്തിൽ ഇപ്പോൾ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള. അതുപോലെ ഒരു അസറ്റ് വാങ്ങിച്ചു, അതിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണോ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണോ, എന്തിനാണ് ഞാനിപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുക? ഏതെങ്കിലും ഒന്നിനെ ഡെബിറ്റും ഏതെങ്കിലും ഒന്നിനെ ക്രെഡിറ്റും എന്തായാലും ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം ജേർണലൈസിങ്ങും പോസ്റ്റിങ്ങും വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ജേർണലൈസിങ് പോസ്റ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റൂളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധയോട് കൂടി കേൾക്കുക, മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? Okay, so rules of debit and credit. An account is divided into two sets. നമുക്കറിയാലോ, ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ലെഡ്ജർ എഴുതുന്ന സമയത്ത്, പോസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് ഒരു അക്കൗണ്ടിനെ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ the left side of an account is known as the debit. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡ്, ഒരു അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിന് നമ്മൾ എന്ത് പറയാറുണ്ട്? ഡെബിറ്റ് സൈഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിന് നമ്മൾ ക്രെഡിറ്റ് സൈഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും അതിൻ്റെ ഡെബിറ്റിൽ നമ്മൾ എന്ത് എഴുതണം, ക്രെഡിറ്റിൽ നമ്മൾ എന്ത് എഴുതണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബോത്ത് റെപ്രസെൻറ്റ് എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അതായത് നമ്മളൊരു കാര്യത്തെ ഡെബിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ അക്കൗണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു അക്കൗണ്ട് ഉണ്ടോ, അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ട്, ഇപ്പോൾ സാലറി അക്കൗണ്ട്, ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ എടുക്കുക. ആ ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന 5 നേച്ചറിലായിരിക്കും വരിക. ഓക്കെ, ഒരു അക്കൗണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന 5 നേച്ചറിൽ അത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തന്നു കഴിഞ്ഞാലും അത് ഈ പറയുന്ന 5 ഗണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറയുന്നത് അതെന്താണ്? അതൊരു എക്സ്പെൻസാണ്. ഓക്കെ, ഇൻകം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കമ്മീഷൻ റിസീവ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നമുക്ക് റിസീവ്ഡ്, ഇതൊക്കെ നമുക്ക് റവന്യൂ ആണ്, ഇൻകമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു അസറ്റ് എടുക്കാം. അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേർണിച്ചർ വാങ്ങിച്ചു, മെഷീനറി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങിച്ചു, ഇതൊക്കെ നമ്മുടെ എന്താണ്? അസറ്റാണല്ലേ. അപ്പോൾ ഏതൊരു ഐറ്റം വന്നു കഴിഞ്ഞാലും അതിന് ഏതെങ്കിലും ഒരു നേച്ചറിലായിരിക്കും ഇത് ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ലയബിലിറ്റിയാണ്. അതുപോലെ സൺട്രി ക്രെഡിറ്റേഴ്സ് അത് ലയബിലിറ്റിയാണ്. ബിൽസ് പേയബിൾ അത് ലയബിലിറ്റിയാണ്. അങ്ങനെ ഏതൊരു ഐറ്റം എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു നേച്ചറിലായിരിക്കും ഇരിക്കുക. മനസ്സിലായി? അപ്പം നമുക്ക് ആ നെയിം ഓഫ് ദ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അസറ്റിൻ്റെ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ റവന്യൂയുടെ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് ആയിരിക്കും. ഈ 5 ഗണത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും നമുക്ക് ട്രാൻസാക്ഷൻസിൽ തരിക. അപ്പോൾ ആ ഐറ്റം, നമുക്ക് തരുന്ന ഐറ്റം ഇതിൽ ഏത് ഗണത്തിൽ പെടും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് നമ്മുടെ വിജയം. അത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അതെന്താണ്? അത് ഈ 5 എണ്ണത്തിൽ ഏതായിട്ട് വരും? അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, റവന്യൂ ആണോ, എക്സ്പെൻസ് ആണോ? റെൻറ്റ് പെയ്ഡ് ആണല്ലോ. അപ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെൻസാണ്. ഓക്കെ, അങ്ങനെ ഓരോന്ന് പറയുന്നത് ഏത് ഗണത്തിൽ വരുന്നു നിങ്ങൾ കണ്ടുപിടിക്കുക. സാലറി കൊടുക്കണു, എക്സ്പെൻസാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം എടുക്കാം. എന്താണ്? നമുക്കിപ്പോൾ നമ്മളോട് പറയുകയാണ്, നമ്മളൊരു സാധനം ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കൊരു സൺട്രി ക്രെഡിറ്ററിനെയാണ് കിട്ടുന്നത്. അപ്പോൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ആരാ? അത് അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, റിസർവ് ആണോ, എക്സ്പെൻസ് ആണോ? അതൊരു ലയബിലിറ്റി ആണല്ലേ. അങ്ങനെ ഓരോ കാര്യവും ഏത് അക്കൗണ്ടിലാണ്, ഏത് നെയിമിലാണ് വരിക എന്ന് നിങ്ങൾ നോക്കുക.
അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം. അതാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് പഠിക്കേണ്ടത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ഏതിൽ വരുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ കൂടിയാൽ എന്ത് ചെയ്യണം, കുറഞ്ഞാൽ എന്ത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അസറ്റിൻ്റെ വാല്യൂ കൂടി. ഇപ്പം നമ്മൾ ഒരു മിഷനറി വാങ്ങിക്കുമ്പോൾ എന്താണ്, മിഷനറി നമ്മുടെ ഫേമിലേക്ക് വരികയാണല്ലേ. അപ്പം മിഷനറി എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അത് നിങ്ങളൊരു താളത്തിൽ അങ്ങനെ പഠിച്ചു വയ്ക്കുക. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എന്തിനെ ഇൻക്രീസ് ചെയ്യണം, എന്തിനെ ഡിക്രീസ് ചെയ്യണം, ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു അവയർനെസ് കിട്ടും. ഇനി ലയബിലിറ്റി. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു ഫേമിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ലയബിലിറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആദ്യം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് പഠിക്കുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിക്രീസ് ചെയ്യുന്നത് പഠിക്കുക. അതായത് ഡെബിറ്റ് എന്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ഇറ്റ്സെൽഫ് എന്താണ്, ക്യാപിറ്റലിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്താണ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റലിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഒരു ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു എന്താണ്, ലയബിലിറ്റി ആണല്ലേ, ബിൽസ് പേയബിൾ. അപ്പോൾ ബിൽസ് പേയബിൾ വരിക എന്ന് പറയുമ്പോൾ എന്താണ്, ബിൽസ് പേയബിൾ ഇൻക്രീസ് ചെയ്തു, അതായത് ഒരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആ ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ഒരു റവന്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരാൾ ഡിസ്കൗണ്ട് തന്നു, നമ്മൾ അടയ്ക്കേണ്ട പൈസ നമ്മൾ 4000 രൂപയായിരുന്നു അടയ്ക്കേണ്ടത്, പക്ഷേ ഒരു 200 രൂപ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ട് നമ്മൾ 3800 രൂപ അടിച്ചാൽ മതി. അപ്പോൾ 200 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയല്ലേ, അത് നമുക്കൊരു റവന്യൂ ആണ്. മനസ്സിലായി? അപ്പോൾ അപ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ എക്സ്പെൻസുകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസുകൾ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇത് പഠിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു റൂളുണ്ട്. അതായത് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, 3 റൂൾസ്, ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ജേർണലും തെറ്റില്ല, ഒരു അക്കൗണ്ടിലെ പോസ്റ്റിങ്ങും തെറ്റില്ല. അതായത് നമുക്ക് പഠിക്കേണ്ട റിയൽ അക്കൗണ്ടിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ദ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അത് നിങ്ങൾ അതുപോലെ അങ്ങ് പഠിച്ചു നോക്ക്. എല്ലാ എക്സ്പെൻസുകളെയും ലോസസുകളെയും നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എല്ലാ ഇൻകത്തിനെയും അതുപോലെ തന്നെ റവന്യൂസിനെയും ഗെയിൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഓൾ ദ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതാണ് റിയൽ റൂളിൽ പറയുന്നത്. രണ്ടാമതാണ് നോമിനൽ അക്കൗണ്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് നമ്മൾ എല്ലാത്തിനും, നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളാണ്. ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ടിൽ എന്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്, എല്ലാ ഇൻകംസിനെയും ലോസസിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു റൂളുണ്ട്, പേഴ്സണൽ റൂൾ. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഞാൻ ഒന്നുകൂടെ അക്കൗണ്ട്സിൻ്റെ റൂൾസ് പറയാം. റിയൽ അക്കൗണ്ടിൽ പറയുന്നത് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, പോകുന്നതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ എന്താ പറയുന്നത്, ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ദ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ. ഇനി പേഴ്സണൽ അക്കൗണ്ടിൽ എന്താ പറയുന്നത്, റൂളിൽ എന്താ പറയുന്നത്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഈ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തെറ്റിപ്പോവില്ല. ഓരോ ഐറ്റവും അത് ഏത് നേച്ചറിലാണ് വരുന്നത് നോക്കാം, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നും ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നും പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തെറ്റിപ്പോവത്തേ ഇല്ല.
ഓക്കെ, അങ്ങനെയാണ് ഒരു ഡുവൽ ആസ്പെക്റ്റിൽ നമ്മൾ ഓരോരോ ട്രാൻസാക്ഷൻസിൻ്റെയും ജേർണൽ എൻട്രീസ് എഴുതുക. ക്ലിയർ? എങ്ങനെയാണ് ജേർണലൈസിങ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ജേർണലൈസിങ് ചെയ്യുന്ന എങ്ങനെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.